guys, welcome back to my YouTube channel ഭാഗ്യപ്പാടും. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പുറത്ത് പോവാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് ഡേറ്റിംഗ് ആണ് ഇന്ന്. കുറേ നാളായി ഞാനിവിടെ വന്നിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ അവിടെ തന്നെ പഠിക്കുന്നതാണ്, മാംഗ്ലൂർ തന്നെ പഠിക്കുന്നതാണ്. അവളിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളോട് ഉണ്ട്, അവളെപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല എന്ന്. അപ്പോൾ ആ ഫ്രണ്ടാണ് ഫർസാന. അപ്പോൾ ഞങ്ങളൊരു സിനിമയ്ക്കൊക്കെ പോയി കുറച്ച് എന്താ പറയുക ചില്ലായിട്ടൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്ലാൻ ആക്കിയത്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആവേശമാണ്. ഏട്ടനാണെങ്കിലൊക്കെ പറഞ്ഞു നല്ല അടിപൊളി പടമാണ്. അപ്പോൾ അമ്മേനെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ രാവിലെ അവൾക്ക് രാത്രിയിൽ ഇറങ്ങാൻ പറ്റില്ല, ലൈക്ക് ഈവനിങ് ഷോയിന് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടെ മോർണിംഗ് ഷോയ്ക്ക് എന്നാൽ പോകാമെന്ന് വിചാരിച്ച് 11:15 ടിക്കറ്റ് നമ്മൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ പോവാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ വിഷുവിൻ്റെ വ്ളോഗിൻ്റെ അതിനകത്ത് ഞാൻ ഈ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷു കോടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്, ഡാസ്ലറിൻ്റെ ചാർക്കോൾ ഫേസ് വാഷ്. 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ സെയിം ആസ് യൂഷ്വൽ വൈറ്റ് ടോണ്ട് ക്രീം, പൗഡറെല്ലാം ഞാൻ വാരി പൊത്തുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, വെള്ളപ്പാട് പിടിച്ചാണൊക്കെ ആയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ വേർപ്പിൻ്റെ മുകളിലേക്കാണല്ലോ ഇടുന്നത്, അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ എന്തെല്ലാം കോപ്രായണോ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഇതും ഞാൻ പുതിയതൊരു കൺമഷി വാങ്ങിയതാണ്. നമ്മുടെ മൈഗ്ലാമിൻ്റെ ആണ് കൺമഷി. നല്ല സാധനം കേട്ടോ, നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് അത്. പിന്നെ ഇതും ഞാൻ പുതിയത് വാങ്ങിയതാണ്. ഡാസ്ലറിൽ നിന്ന് ഞാൻ മുക്തി നേടി മിസ് ഫാബിൻ്റെ ഒരു ഐലൈനറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. അതും നല്ല സൂപ്പർ സാധനമാണ്. അത് എങ്ങനെയാണോ എഴുതുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റാലും കേട്ടോ അത് പോകില്ല. സോ പിന്നെ ഒരു പൊട്ട് തൊട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈഗ്ലാമിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഉപയോഗിച്ചത്. എൻ്റെ ഷെയ്ഡ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ മൈ എന്ന് പറയുന്നത് VM09 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് കുറച്ച് സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വാരി അങ്ങോട്ട് പൊത്തൂല്ല, കുറച്ച് ഇടാറുള്ളൂ. സോ ഇപ്പോൾ അതും ഇട്ടു. എൻ്റെ ആദ്യമേ തന്നെ ഒരു ലിപ് ബാമും ഇട്ടു. പിന്നെ മുടിയെല്ലാം കെട്ടുന്നുണ്ട്, വെറുതെ ഷോ ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സ്ലേഡ് ഞാൻ ഊരി മാറ്റുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഇട്ടു, ഒരുങ്ങി. വേർപ്പെല്ലാം ഞാൻ തുടയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വേർപ്പിൻ്റെ അസുഖം. അപ്പോൾ അതെല്ലാം സെറ്റാക്കി. പിന്നെ ഒരു ഷൂ ഇടുന്നുണ്ട്. അത് എനിക്ക് ഏട്ടൻ വാങ്ങി തന്ന ഷൂ ആണ്. എനിക്ക് ആ ഒരു ഷൂ ഉള്ളൂ ഗൈസ്, അതുകൊണ്ട് ഞാൻ അതാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രഹസനങ്ങളാണ് ഡ്രസ്സ് ഇട്ടേണ്ടത്. അപ്പോൾ കുറച്ച് കാണുക. സോ ഇതാണ് ഗൈസ് ആ ഷൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് റെഡിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ പോവാം. സോ അമ്മ എന്നെ കൊണ്ടുവിടുന്നുണ്ട്. റെയ്ബാനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് അടുത്താണ്, അപ്പോൾ അവൾ നേരെ അങ്ങോട്ടേക്ക് വന്നോളും. ഞാനിവിടെ വന്നു. ഇതാ നമ്മുടെ ആവേശം പോസ്റ്റർ കണ്ടില്ലേ, സെറ്റല്ലേ. ഞാനൊരു 1/4 മണിക്കൂറായി ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് നമ്മളിപ്പോഴും നല്ല നേരത്തെ നമ്മൾ കോളേജിൽ വെച്ചിട്ടാണെങ്കിലും അവളെ ഒരുക്കിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ബിക്കോസ് നമ്മൾ പോകുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ ടൈം പറയണം. അതായത് ഇപ്പോൾ ഒരു 9 മണിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 7 മണിക്കാണ് നമ്മൾ പോകുമെന്ന് പറഞ്ഞാൽ അവൾ ഒരു 8 മണിയാകുമ്പോഴെങ്കിലും ഒരുങ്ങി റെഡിയാവുന്നതായിരിക്കും. സോ അങ്ങനെ ഫൈനലി കുറേ നേരം വെയിറ്റ് ചെയ്തു. ചേച്ചി വന്നു. ചേച്ചീനെ വാപ്പി കൊണ്ട് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു പോപ്കോൺ വാങ്ങി കയറുന്നതിന് മുന്നേ തന്നെ കഴിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാൽ കാണുന്നത്? ഇപ്പോൾ കുറേ എനിക്കതൊരു 2-3 മാസമായെന്ന് തോന്നുന്നല്ലേ. ഞാൻ എന്നാ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരാളും കൂടെ ഉണ്ട്, അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ആ പുള്ളിക്കാരിയാണ് ഇത്, ഫർസാന. നമ്മൾ ഫൈനലി എത്തി. എന്നെ ഒരു 1/4 മണിക്കൂർ പട്ടി എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ 11 മണി പറഞ്ഞാൽ കറക്റ്റ് 11 മണി. ഞാൻ 10:30 ആയപ്പോൾ എത്തി ഗൈസ്. ATMലൊക്കെ പോയി നേരത്തെ തന്നെ ഞാൻ വന്നു. ഇനിയിപ്പോൾ പടം കണ്ടിട്ട് വരാം. ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ തിയേറ്റർ റെയ്ബാൻ. ഞങ്ങൾ അങ്ങനെ ഇവിടെ വരാറില്ല. ഞാനും അമ്മയൊക്കെ കൂടുതലും പങ്കജിലാണ് പോവാറ്. റെയ്ബാനിലൊന്നും നമ്മളധികം വരാറില്ല. അപ്പോൾ പടം കഴിഞ്ഞല്ല ഇൻ്റർവെല്ലായപ്പോൾ ഞാനും തങ്കുന്ന് നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ഫർസാനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ തിരിച്ച് കയറി. അങ്ങനെ ഗൈസ് പടം കഴിഞ്ഞ് നമ്മളത് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നല്ലോണം വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയ്ബാൻ്റെ തന്നെ ഫ്രണ്ടിലുള്ള ഒരു കഫേയാണ്, അത് ഷേക്ക് കഫേ. അപ്പം നമുക്ക് നല്ല ചൂടുണ്ടായിരുന്നു. AC ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറിയത്. പക്ഷേ ഗൈസ് അവിടെ കറണ്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു ബുക്കും കൂടെ ഉണ്ട്. ചോക്ലേറ്റ്
ഹരിച്ച് പറക്കി നോക്കുന്നു. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കഫേ. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കൂടുതലായതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ ഗൈസ്. അപ്പോൾ ഞാനും തങ്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ വന്നു. ഇതാണ് ഡെത്ത് പൈ ചോക്ലേറ്റും സ്ട്രോബെറിയുടെ ഒരു മിൽക്ക് ഷേക്കുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് തിന്നിട്ട് എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മത്തടിക്കാൻ തുടങ്ങി. കാരണം ഗൈസ്, എനിക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെയാണ് പറ്റുന്നത്. ഇങ്ങനത്തെ ഒരുപാട് മധുരമുള്ളതൊന്നും എനിക്ക് പറ്റില്ല. കുറേ കഴിയുമ്പോൾ തലവേദന ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചിക്ക് പോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ടോ, ഞാൻ കുറച്ചൊക്കെ അതിനകത്തേക്ക് വെക്കുക ചെയ്തത്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ഇവള് പോവാ. ഇവളിതാ ഇലം വഴി അങ്ങ് കയറിപ്പോ. എനിക്ക് ബസ് ഉണ്ട്. അല്ല, കേൾക്കാവാ. ബൈ ബൈ. അപ്പോൾ ഗൈസ്, അവൾ പോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബസ്സിൽ കയറി. അപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൈവറ്റ് ബസ്സിലെ പാട്ടൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ കയറി ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ടിക്കറ്റ്. ഡാനിഷ് എന്ന് പറഞ്ഞ ബസ്സിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആലപ്പുഴയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നല്ല വൃത്തിയല്ലേ? ഇവിടെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാക്കത്തിട്ടത്തിൻ്റെ മണമാണ് ഗൈസ്. കാരണം നല്ല വലിയ മരമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കയറി കാക്കകൾ രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. തലവഴിയെല്ലാം വീഴും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അവിടെ സഹിക്കാൻ പറ്റാത്തത്. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. സോ അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക്. ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആറാട്ടുഴി ജംഗ്ഷനിലാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്കൊരു പാലം ഉണ്ടായിരുന്നു ഗൈസ്, ആറാട്ടുഴി പാലം. അതെല്ലാം അവർ പൊളിച്ചു. എന്തിനാണ് പൊളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. നല്ലൊരു വൃത്തിയുള്ള പാലമായിരുന്നു. അപ്പോൾ ഹായ് JCB. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു മണലൊക്കെ ഇട്ടിട്ട് ഒരു പാലം അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ കൂടെ നടക്കുമ്പോൾ ഗൈസ്, എന്താ പറയുക, ഒരു ബീച്ചിൽ കൂടെ നടക്കുന്നൊരു ഫീലാണ് ഉള്ളത്. ബിക്കോസ് കണ്ടോ, ആ പൊതമണ്ണ് വണ്ടിയൊക്കെ പോകാൻ നേരമാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു തല്ലി താഴെ കിടക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഗൈസ്, ഇതാണ് എൻ്റെ പേര്, ഭാഗ്യലക്ഷ്മി ബേക്കറി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അമ്മയില്ല. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ മദർ എന്ന നിലയിൽ വാതിൽ പൂട്ടിയിട്ട് താക്കോൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഗൈസ്, ആരും കണ്ടുപിടിക്കാത്ത സ്ഥലത്ത്. ആ സ്ഥലം ഞാൻ പക്ഷെ പറഞ്ഞു തരില്ല. ആരും എൻ്റെ അടുത്ത് ഒന്നും ഇല്ല ഇതിനകത്ത് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. പിന്നെ എന്തിനാ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ബാക്ക്ഗ്രൗണ്ടൊക്കെ മോശമായിരിക്കും, അതാരും ഒന്നും വിചാരിക്കരുത്. സോ രാവിലെ പോയ ഞാനാണ് ഞാൻ. സൂപ്പറല്ലേ? അയ്യോ, ഇപ്പോഴാണ് ഗൈസ് വന്നത്. ബസ്സിൽ കയറി അലഞ്ഞ് തിരിഞ്ഞ് ഒരു വഴിക്ക് നമ്മളെത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോയി കിടന്ന് ഉറങ്ങുക, വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഇന്നത്തെ ഔട്ടിങ് ഡേറ്റിങ് കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ വേർത്ത് ഞാൻ ഫാൻ ഇടണം, കറണ്ടില്ല, തെണ്ടിപ്പോ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് പ്ലീസ്. Bye bye.